എല്ലാവർക്കും സുബിഷ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ അത്യാവശ്യ കാര്യമൊന്നുമല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ട് പോകുന്ന 2-3 ആവശ്യങ്ങളുണ്ട്. ഒന്നൊരു ചെറിയ ഹോസ്പിറ്റൽ കേസാണ്, രണ്ടാമത് നമുക്കൊന്ന് ബാങ്കിൽ പോകണം, മൂന്നാമത് നമുക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോവാം. ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയി. വലിയ കാര്യമൊന്നുമല്ല. ആ വീഡിയോസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു കുഞ്ഞു വീഡിയോ ആണ്. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനും സുബിഷേട്ടനും എൻ്റെ ചെറിയ കൊച്ചും പിന്നെ സുബിഷേട്ടൻ്റെ പെങ്ങളും അവരുടെ കൊച്ചും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ പുറത്തു പോകുന്നത്. അമ്മുക്കുട്ടിക്ക്, അതായത് പെങ്ങളുടെ കൊച്ചിന് ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോവായിരുന്നു. അപ്പോൾ എന്നാൽ ഞങ്ങളും ടൗണിൽ പോകുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും പേരും കൂടെ ടൗണിലേക്ക് ഇറങ്ങിയതാണ്. ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫ്രണ്ട് ക്യാമറ എത്ര പിടിച്ചിട്ടും അതങ്ങോട്ട് ശരിയാവുന്നില്ല. അതേണ്ടേ കൊച്ചു കയറിയിട്ടുണ്ട്, ചേച്ചി കയറിയിട്ടുണ്ട്, ചേച്ചിയുടെ കോച്ചും കയറിയിട്ടുണ്ട്. ആണ്ടിരിക്കുന്നു ഒരു ചുള്ളൻ ചെറുക്കൻ കള്ളം നോട്ടൊക്കെ ആയിട്ട്. എൻ്റെ കെട്ടിയോനാട്ടോ. അപ്പോൾ നമുക്ക് കെട്ടിയോന്ന് പറയാണ്ടേ, ദേണ്ടേ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടോ, കെട്ടിയോന്ന് പറയാണ്ടേ നമുക്ക് സുബിഷേട്ടാന്ന് വിളിക്കാം. സുബിഷ് എന്നാണ് അവരുടെ പേര്, ഞാൻ സുബിഷേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നത് ടൗണിലേക്കാണ്. ടൗണിലേക്ക് എത്തുന്നതിന് മുന്നെയാണ് ഹോസ്പിറ്റലുള്ളത്. ഡോക്ടർ വീട്ടിലിരുന്നിട്ടാണ് നോക്കുന്നത്. അപ്പം നമുക്ക് അവളെ ഒന്ന് കാണിച്ചിട്ട് വേണം ടൗണിലോട്ട് ഇറങ്ങാൻ. അവർ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന സമയം ഞങ്ങൾ 3 പേരും വണ്ടിയിലാണ് ഇരിക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് വന്നാണ് നമ്മൾ നേരെ ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത്. ചില വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. പോവും, ചുമ്മാ പറഞ്ഞാൽ പോകും. ഞായറാഴ്ച ഒരു കല്യാണമുണ്ട്, ഭയങ്കര വെട്ടം വരുന്നല്ലോ. ഞായറാഴ്ച ഒരു കല്യാണമുണ്ട്, കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര വെട്ടം വരുന്നില്ലേ. സുന്ദരി സുന്ദരി ഇതാണ് ഡോക്ടർ വീട്. തൊട്ടപ്പുറത്താണ് ഡോക്ടർ പരിശോധിക്കാനിരിക്കുന്നത്. പിന്നെ അപ്പം ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ വണ്ടിയിൽ. ആ സമയത്തും കൂടെ എടുത്ത വീഡിയോസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ കണ്ണട വെച്ച് കോപ്ര ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ കണ്ണട ഇങ്ങ് തന്നെ, അത് പവറുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിപ്പറിച്ച് വാങ്ങൽ. എന്നിട്ട് ആ കണ്ണട വയ്ക്കുന്ന ഒന്ന് കാണണം. ചാൻ ചാൻ ചാ ചക്ക ചക്ക ചാ ചാൻ ചാൻ ചാ ചക്ക ചക്ക ചാ BGM ഞാൻ തന്നെ ഇട്ടേക്കുന്ന കേട്ടോ. അങ്ങനെ നമ്മളെ സ്വന്തം ബ്യൂട്ടി പാർലറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ബ്യൂട്ടി പാർലർ ചേച്ചി കട്ട കമ്പനിയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പെങ്ങളാണ് ആദ്യം ത്രെഡ് ചെയ്യാനിരുന്നത്. പെങ്ങളെന്ന് പറയുന്നില്ല, ദീപ എന്നാണ് പേര്. ദീപയാണ് ആദ്യം ഇരുന്നിട്ടുള്ളത്. ചേച്ചിക്ക് വെറും ത്രെഡിങ്ങും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കങ്ങനെയല്ല, എനിക്ക് ത്രെഡിങ് ഉണ്ടായിരുന്നു. പിന്നെ ഫേസിലെ ഹെയർ എടുക്കണമായിരുന്നു. PCOD ഉള്ളതുകൊണ്ട് എൻ്റെ ഫേസിലൊക്കെ നന്നായിട്ട് ഹെയർ വരുന്നുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത് വെയിറ്റ് ചെയ്യുകയാണ്. ചേച്ചി ആദ്യമാകുമ്പോൾ വേഗം കഴിഞ്ഞു പോവുമല്ലോ. അപ്പോൾ ആ വീഡിയോയും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടേ. വേണ്ടേ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു കോലമായിട്ടുണ്ട്. ഇപ്പം മുഖത്തേക്ക് നമ്മൾ ആ നൂല് വെച്ച് എടുത്തതുകൊണ്ട് ഒരു വീക്കൊക്കെ വന്നിട്ടുണ്ട്. അത് മാറാൻ എന്തായാലും 1 മണിക്കൂർ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആ പുറകിലിരുന്ന് കുഞ്ഞിപ്പെണ്ണ് കഴിക്കുന്നത് കണ്ടോ, അത് ഉഴുന്നുവടയാണ്. ഇന്ന് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. വൈകുന്നേരം ചെറിയ പാർട്ടിയൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ കപ്പ മേടിക്കണമായിരുന്നു. വൈകുന്നേരം ചിക്കനും കപ്പയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കപ്പ മേടിച്ചിട്ടുണ്ട്. കപ്പ മേടിക്കാൻ നിർത്തിയപ്പം നാരങ്ങാ വെള്ളവും പിന്നെ ഉഴുന്നുവടയും മേടിച്ചായിരുന്നു. ആ ഉഴുന്നുവടയാണ് കുഞ്ഞിപ്പെണ്ണ് പുറകിലിരുന്ന് കഴിക്കുന്നത്. പിന്നെ ബാങ്കിലൊക്കെ പോയായിരുന്നു. ബാങ്കിലൊന്നും പോയതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയിലോട്ട് ചാടിയിട്ടുണ്ട്. നമ്മുടെ സാമ്രാജ്യത്തിലെത്തി ഗെയ്സ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പോയ പോലെയല്ല, ആരുമില്ല, ഞാനും സുബിഷേട്ടനും മാത്രമേ ഉള്ളൂ. കണ്ടോ, ചേച്ചിയും പിള്ളേരെയും ചേച്ചിയുടെ വീട്ടിലിറക്കിയിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ചെറിയൊരു റിസപ്ഷൻ പോലെ, ചെറിയ റിലേറ്റീവ്സ് മാത്രമുള്ള ഒരു ചെറിയ റിസപ്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ എന്തായാലും പോകുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊച്ചിനെ അവിടെ നിർത്തിയത്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്